കൂട്ടുകാരെ, ലേൺ വിത്ത് നന്ദന ലക്ഷ്മി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ എല്ലാവരും കണ്ടുവെന്ന് വിചാരിക്കുന്നു. ആ ക്ലാസ്സിൽ സീക്വൻസും അരിത്തമാറ്റിക് സീക്വൻസും തമ്മിലുള്ള വ്യത്യാസവും സീക്വൻസുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസും നമ്മൾ ചെയ്തു. ഈ ക്ലാസ്സിൽ ഓൾജിബ്ര ഓഫ് സീക്വൻസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓൾജിബ്ര ഓഫ് സീക്വൻസ്. അതിനെ നമുക്ക് 3യുടെ മൾട്ടിപ്പിൾസിൻ്റെ ഒരു സീക്വൻസ് എഴുതാം. 3, 6, 9, 12, 15. ഇതാണ് 3യുടെ മൾട്ടിപ്പിൾസിൻ്റെ സീക്വൻസ്. ഇവിടെ 3 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ്, ഫസ്റ്റ് ടൈം. 6 സെക്കൻഡ് ടൈം, 9 തേർഡ് ടൈം, 12 ഫോർത്ത് ടൈം, 15 എന്ന് പറഞ്ഞാൽ ഫിഫ്ത്ത് ടൈം. ഇതുപോലെ പോകും. ഇനി ഇതിനെ മാത്തമാറ്റിക്കലി പറയുവാണെങ്കിൽ x1, x2, x3, x4, x5 എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് y1, y2, y3, y1, y2, y3, y4 അങ്ങനെയും പറയാൻ സാധിക്കും. ഇവിടെ x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം, അതായത് ഫസ്റ്റ് പൊസിഷനിൽ കിടക്കുന്ന ടൈം അല്ലെങ്കിൽ ഒന്നാം പദം. ഇവിടെ ഒന്നാം പദമാണ് 3. ഇനി സെക്കൻഡ് ടൈം x2 എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ടൈമാണ് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ടൈമാണ് 6. x3 എന്ന് പറഞ്ഞാൽ തേർഡ് ടൈം, അതാണ് 9. x4 ഫോർത്ത് ടൈം, അതാണ് 12. x5 എന്ന് പറഞ്ഞാൽ ഫിഫ്ത്ത് ടൈം, അതാണ് 15. ഇവിടെ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ടൈം ഇനി നമ്മൾ x1 എന്നാണ് പറയുന്നതെന്ന്. ഇവിടെ x1 3 ആണ്. നമുക്ക് ഫസ്റ്റ് ടൈമിനെ സ്മോൾ ലെറ്റർ f ഉപയോഗിച്ചും ഡിനോട്ട് ചെയ്യാം. സ്മോൾ ലെറ്റർ f എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം തന്നെയാണ്, 3 തന്നെ. ഇനി നമ്മൾ പുതിയതായിട്ട് പരിചയപ്പെടാൻ പോകുന്ന ഒരു വാക്കാണ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. കോമൺ ഡിഫറൻസിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്ററാണ് സ്മോൾ ലെറ്റർ D. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസിൽ തൊട്ടടുത്ത് കിടക്കുന്ന ഏതെങ്കിലും 2 ടേംസ് തമ്മിലുള്ള വ്യത്യാസം അഥവാ ഡിഫറൻസ്, അതിനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. പൊതുവായ വ്യത്യാസം, പൊതുവ്യത്യാസം. ഇപ്പോൾ ഒരു സീക്വൻസിലെ കോമൺ ഡിഫറൻസ് കാണണമെന്നുണ്ടെങ്കിൽ ആ സീക്വൻസിലെ തൊട്ടടുത്ത് കിടക്കുന്ന ഏതെങ്കിലും 2 ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ മതി. ഇവിടെ നമുക്ക് 6 - 3 ചെയ്യാം. അതായത് 6 - 3 ദാറ്റ് ഈസ് 3. അപ്പോൾ ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് ആണ് 3. ഇനി നമ്മൾക്ക് ഓൾജിബ്ര ഓഫ് ദ സീക്വൻസ് കാണാനുള്ള ഫോർമുല എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മളിവിടെ പറഞ്ഞു x1 ഇവിടെ 3 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് x2നെ എങ്ങനെ പറയാൻ സാധിക്കും? x2 എന്നാൽ ഫസ്റ്റ് ടൈം ആയ 3യുടെ കൂടെ കോമൺ ഡിഫറൻസ് ആയ 3 ഒരു തവണ ആഡ് ചെയ്യുന്നതല്ലേ? ഈ 3യുടെ കൂടെ കോമൺ ഡിഫറൻസ് ആയ 3 ഒരു തവണ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സെക്കൻഡ് ടൈം കിട്ടുന്നത്. അതായത് x2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ആയ 3 പ്ലസ് d, അതായത് ഒരു തവണ കോമൺ ഡിഫറൻസ്. ഇനി x3 കിട്ടണമെങ്കിലോ? x3 കിട്ടണമെങ്കിൽ ഫസ്റ്റ് ടൈം ആയ 3യുടെ കൂടെ 2 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. കോമൺ ഡിഫറൻസ് ഇവിടെ 3 തന്നെയാണ്, കാരണം 6 - 3 3 ആണ്. അതുകൊണ്ട് തേർഡ് ടൈം ആയ 9 കിട്ടണമെങ്കിൽ ഈ ഫസ്റ്റ് ടൈം ആയ 3യുടെ കൂടെ 2 തവണ കോമൺ ഡിഫറൻസ്, അതായത് 2 തവണ 3 ആഡ് ചെയ്യണം. 3 + 3 6, 6 + 3 9. അപ്പോൾ x3 = ഫസ്റ്റ് ടൈം ആയ 3 പ്ലസ് 2 തവണ കോമൺ ഡിഫറൻസ്, അതായത് 2d. ഈ ഫോർത്ത് ടൈം കിട്ടണമെങ്കിൽ ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ എത്ര തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? ഫോർത്ത് ടൈം ആയ 12 കിട്ടണമെങ്കിൽ 1, 2, 3. ഫസ്റ്റ് ടൈം ആയ 3യുടെ കൂടെ 3 ടൈംസ്, അതായത് 3 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലേ നമുക്ക് ഫോർത്ത് ടൈം കിട്ടുള്ളൂ. ഇനി ഇതിനെ കോമൺ ആയിട്ട് പറയുവാണെങ്കിൽ, അതായത് xn കിട്ടണമെങ്കിൽ ഫസ്റ്റ് ടൈം ആയ fൻ്റെ കൂടെ എത്ര തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? ഇവിടെയെല്ലാം സെക്കൻഡ് ടൈം കിട്ടണമെങ്കിൽ ഒരു തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. തേർഡ് ടൈം കിട്ടണമെങ്കിൽ 3ൽ നിന്ന് 1 കുറവ്, അതായത് 2 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. ഇനി xn, അതായത് എന്ത് ടൈം, ഏതെങ്കിലും ഒരു ടൈം. ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് ഒരു സംഖ്യ പറയാം, ഒരു പൊതുവായിട്ടൊരു സംഖ്യ പറയാതെ ഒരു n ഉപയോഗിച്ച് നമ്മൾ ആ ഏത് സംഖ്യയാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിനെ പറഞ്ഞേ ഉള്ളൂ. അതായത് xn കിട്ടണമെങ്കിൽ ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ എത്ര തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? ഇവിടെ 3 ആയിരുന്നപ്പോൾ 3നേക്കാൾ 1 കുറവായ 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു.
അപ്പോൾ n ആകുമ്പോൾ n-നേക്കാൾ 1 കുറവ് തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. n-നേക്കാൾ 1 കുറവെന്ന് പറയുമ്പോൾ n-ൽ നിന്ന് 1 പോയാൽ മതി. അതായത് n-1 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. പിന്നെ ബ്രാക്കറ്റിൽ നിന്ന് വെള്ളം എടുക്കുകയാണെങ്കിൽ f പ്ലസ് d ഇൻറ്റു n dn മൈനസ് d ഇൻറ്റു 1 d. അതായത് dn പ്ലസ് f മൈനസ് d. ഇതാണ് ഒരു സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കാണാനുള്ള ഫോർമുല. അതായത് xn ഈസ് ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് d. അങ്ങനെയെങ്കിൽ നമുക്കൊരു സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഈ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ 1, 4, 7, 10, 13 ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അഥവാ ഫോർമുല നമുക്കറിയാം. ഇനി നമുക്കറിയേണ്ടത് ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസുമാണ്. ഫസ്റ്റ് ടൈം എത്രയാണ്? ഫസ്റ്റ് ടൈം ഇവിടെ 1 ആണ്. കോമൺ ഡിഫറൻസ് എത്രയാണ്? 4 മൈനസ് 1. അതാണ് കോമൺ ഡിഫറൻസ് 3. ഇനി ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് xn ഈസ് ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് d. ഈ സീക്വൻസിൽ d 3 ആണ്. അതായത് 3n പ്ലസ് ഫസ്റ്റ് ടൈം എഫ് 1 മൈനസ് കോമൺ ഡിഫറൻസ് 3. ദാറ്റ് ഈസ് 3n പ്ലസ് 1 മൈനസ് 3 എത്രയാണ്? 3 മൈനസ് 1 2 ആണ്. അപ്പോൾ 1 മൈനസ് 3 എന്ന് പറഞ്ഞാൽ മൈനസ് 2 ആണ്. അതായത് 3n മൈനസ് 2. ഇതാണ് ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു സീക്വൻസ് തന്നാൽ എങ്ങനെയാണ് അതിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്നതെന്ന് പഠിച്ചു. ഇനി നമുക്ക് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷനാണ് 3n മൈനസ് 2 എന്ന് ലഭിച്ചു. ഇനി ഈ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ നമ്മൾ എന്തിനാണ് കണ്ടുപിടിച്ചത്? ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഒരു സീക്വൻസിൻ്റെ അറിയാമെന്നുണ്ടെങ്കിൽ ആ സീക്വൻസിൻ്റെ ഏത് പൊസിഷനുള്ള ടൈം വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഉദാഹരണമായി ഇപ്പോൾ ഈ സീക്വൻസിൻ്റെ 100th ടൈം കാണാൻ പറയുവാണെങ്കിൽ അതിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് 100th ടൈം കണ്ടുപിടിക്കാം. ഇപ്പോൾ x100 അതായത് 100th ടൈം കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ഈ n-ന് 100ന് വാല്യൂ കൊടുത്താൽ മതി. അതായത് 3 ഇൻറ്റു 100 മൈനസ് 2. ദാറ്റ് ഈസ് 3 ഇൻറ്റു 100 300 മൈനസ് 2 298. ഇതാണ് ഈ സീക്വൻസിൻ്റെ 100th ടൈം. ഇതുപോലൊരു സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ആ സീക്വൻസിൻ്റെ ഏത് പൊസിഷനുള്ള ടൈം വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള പേജ് നമ്പർ 15 കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് ദ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഫോർ ഈച്ച് ഓഫ് ദ സീക്വൻസസ് ബിലോ. അതായത് താഴെ തന്നിരിക്കുന്ന ഈ സീക്വൻസസിൻ്റെ എല്ലാം ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ചോദ്യം ഇത്രേ ഉള്ളൂ: ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് നമുക്കറിയാം. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ: ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് എഴുതുക, എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസും കണ്ടുപിടിച്ച് ഫോർമുല ഉപയോഗിച്ചാൽ നമുക്ക് ഈസിയായി ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കിട്ടും. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനായ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് എഴുതാം. സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് ഏതാണ്? 1, 3, 5, 7, 9 ഇതൊക്കെയാണ് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഇനി ഫസ്റ്റ് ടൈം ആണ് 1. കോമൺ ഡിഫറൻസ് എത്രയാണ്? 3 മൈനസ് 1 അതായത് 2 ആണ് കോമൺ ഡിഫറൻസ്. ചോദ്യം ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനാണ്. അതുകൊണ്ട് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ദാറ്റ് ഈസ് xn ഈസ് ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് d. ഇവിടെ d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് 2 ആണ്. 2n പ്ലസ് ഫസ്റ്റ് ടൈം 1 മൈനസ് കോമൺ ഡിഫറൻസ് ദാറ്റ് ഈസ് 2.
അതായത് 2n പ്ലസ് 1 മൈനസ് 2. 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 മൈനസ് 2 എന്ന് പറഞ്ഞാൽ മൈനസ് 1 ആയിരിക്കും. ദാറ്റ് ഈസ് 2n മൈനസ് 1. ഇതാണ് ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. ഇനി നമുക്ക് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ്. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരണമെങ്കിൽ ആ നമ്പേഴ്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അതായത് 3യുടെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ 1 കൂട്ടിയാൽ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന സീക്വൻസ് എഴുതാൻ സാധിക്കും. അപ്പോൾ 3യുടെ മൾട്ടിപ്പിൾസ് ഏതാണ്? 3യുടെ മൾട്ടിപ്പിൾസ് ആണ് 3, 6, 9, 12, 15. ഇതൊക്കെയാണ് 3യുടെ മൾട്ടിപ്പിൾസ്. ഇനി ചോദിച്ചിരിക്കുന്നത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന സീക്വൻസ് എഴുതാനാണ്. അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ നമ്പേഴ്സിൻ്റെ എല്ലാം കൂടെ 1 ആഡ് ചെയ്താൽ മതി. അതായത് 4, 7, 9 + 1 10, 12 + 1 13, 15 + 1 16. ഓക്കെ, ഇതിനു മുമ്പ് നമ്മൾ ഓരോ നമ്പറും കൂടി ആഡ് ചെയ്യണം. അതാണ് 1. നമുക്ക് നോക്കിയാൽ അറിയാം 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ 1 തന്നെയായിരിക്കും. അതായത് 0 × 3 0, റിമൈൻഡർ 1 തന്നെയാണ്. ഇവിടെ നമ്മൾ 1 ആഡ് ചെയ്യണം. ഇതാണ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന സീക്വൻസ്. ഇത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ചോദ്യം ഫസ്റ്റ് വീഡിയോയിലുണ്ട്. അത് നോക്കിയാൽ ഇത് ഇത്തിരിയുടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന സീക്വൻസ് കിട്ടി. ഇനി ഇതിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക. ഫസ്റ്റ് ടൈം അതാണ് 1. കോമൺ ഡിഫറൻസ് 4 - 1 ദാറ്റ് ഈസ് 3. ഇനി ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല xn = dn + f - d. ഒരു d എന്ന് പറയുന്നത് 3 ആണ്. അതായത് 3n പ്ലസ് ഫസ്റ്റ് ടൈം 1 മൈനസ് കോമൺ ഡിഫറൻസ് 3. അതായത് 3n പ്ലസ് 3 - 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 1 - 3 എന്ന് പറഞ്ഞാൽ -2 ആയിരിക്കും. ദാറ്റ് ഈസ് 3n - 2. ഇതാണ് ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. ഇനി തേർഡ് സബ് ക്വസ്റ്റ്യൻ അതാണ് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. അതായത് 1ൽ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ്. 1ൽ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 11, 21, 31, 41 എക്സെട്ര. ഇതാണ് 1ൽ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സ്. ഇതിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. ഇപ്പോൾ ഫസ്റ്റ് ടൈം 1. കോമൺ ഡിഫറൻസ് എത്രയാണ്? കോമൺ ഡിഫറൻസ് 11 - 1 അതായത് 10. ഇനി ഇതിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. xn = dn + f - d. d എന്ന് പറയുന്നത് 10 ആണ്. 10n പ്ലസ് f എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം അതായത് 1 മൈനസ് d 10. അതായത് 10n പ്ലസ് 1 മൈനസ് 10. 10 മൈനസ് 1 9 ആണ്. അപ്പോൾ 1 മൈനസ് 10 എന്ന് പറഞ്ഞാൽ -9 ആയിരിക്കും. ആൻസർ ഈസ് 10n മൈനസ് 9. ഇതാണ് ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6. അതായത് 1ലോ 6ലോ അതായത് 1ലോ 6ലോ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ്. 1ലോ 6ലോ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സാണ് 1, 6, 11, 16, 21 എക്സെട്ര. ഇവിടെ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 1 ആണ്.
കോമൺ ഡിഫറൻസ് 6 മൈനസ് 1 അതായത് 5. ഇനി ഓൾജിബ്രായിക് എക്സ്പ്രഷൻ xn ഈസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. ഇത് d എന്ന് പറഞ്ഞത് 5 ആണ്. 5n പ്ലസ് ഫസ്റ്റ് ടൈം 1 മൈനസ് കോമൺ ഡിഫറൻസ് അതായത് 5, അതായത് 5n പ്ലസ് 1 മൈനസ് 5. 5 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 1 മൈനസ് 5 എന്ന് പറഞ്ഞാൽ മൈനസ് 4 ആണ്. മൈനസ് 4 ദാറ്റ് ഈസ് 5n മൈനസ് 4. ഇതാണ് ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത വേറെ 2 എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ 20th ടേം ഓഫ് ദ സീക്വൻസ് 24, 27, 30? അതായത് 24, 27, 30 എന്ന ഈ സീക്വൻസിൻ്റെ 20ാമത്തെ പദം അഥവാ ടേം എത്രയെന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു സീക്വൻസിൻ്റെ ഏതെങ്കിലും ഒരു ടേം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മളതിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 24. കോമൺ ഡിഫറൻസ് എത്രയാണ്? 27 മൈനസ് 24 അതായത് 3. ഇനി ഇതിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ xn ഈസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. അതായത് ഇവിടെ d എന്ന് പറഞ്ഞാൽ 3 ആണ്. 3n പ്ലസ് ഫസ്റ്റ് ടൈം 24 മൈനസ് d എന്ന് പറഞ്ഞാൽ 3. ദാറ്റ് ഈസ് 3n പ്ലസ് 24 മൈനസ് 3 എത്രയാണ്? 21. ഇതാണ് ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. ചോദിച്ചിരിക്കുന്നതിൻ്റെ 20th ടൈമാണ്. 20th ടൈം കണ്ടുപിടിക്കാൻ x20 ഈസ് ഈക്വൽ ടു ഇവിടെ എങ്ങനെ 20യുടെ വാല്യൂ കൊടുത്താൽ മതി. അതായത് 3 × 20 പ്ലസ് 21 ദാറ്റ് ഈസ് 3 × 20 60. 60 പ്ലസ് 21 അതായത് 81. ഇതാണ് ഈ സീക്വൻസിൻ്റെ 20th ടേം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ 10th ടേം ഓഫ് ദ അരിത്തമാറ്റിക് സീക്വൻസ് 5, 10, 15? അതായത് 5, 10, 15 എന്ന ഈ സീക്വൻസിൻ്റെ 10th ടേം കണ്ടുപിടിക്കാം. അപ്പം ഏതെങ്കിലും ഒരു ടേം ഒരു സീക്വൻസിൻ്റെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് അതിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 5. കോമൺ ഡിഫറൻസ് 10 മൈനസ് 5 അതായത് 5. xn is equal to dn plus f minus d. ഇവിടെ കോമൺ ഡിഫറൻസ് d 5 ആണ്. 5n പ്ലസ് ഫസ്റ്റ് ടൈം 5 തന്നെ 5 മൈനസ് d കോമൺ ഡിഫറൻസ് 5 ദാറ്റ് ഈസ് 5n. ഇവിടെ 5 മൈനസ് 5 0 ക്യാൻസൽ ആയിപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ 5n മാത്രം എഴുതിയത്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് 10th ടേം ആണ്. അതായത് x10 കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ എങ്ങനെ 10ന്റെ വാല്യൂ കൊടുത്താൽ മതി. അതായത് 5 × 10 ദാറ്റ് ഈസ് 50. 50 ആണ് ഈ സീക്വൻസിൻ്റെ 10th ടേം. ഇതാണ് ക്വസ്റ്റ്യൻ 3. ക്വസ്റ്റ്യൻ 3 ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ 20th ടേം ഓഫ് ദ അരിത്തമാറ്റിക് സീക്വൻസ് 13, 23, 33? അതായത് 13, 23, 33 എന്ന ഈ സീക്വൻസിൻ്റെ 20th ടേം കണ്ടുപിടിക്കുക. ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ച് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു.